ഒരുപാട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതാ വിഴിഞ്ഞത്ത് റോഡ് കണക്ടിവിറ്റി യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി വി എൻ വാസവൻ ഇന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഈ റെയിൽ പാത നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ആഘാത പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഭൂമി ഏറ്റുവാങ്ങൽ പാതിയോളം എത്തിയെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ്. അതായത് നമ്മുടെ നാടിൻ്റെ വിഴിഞ്ഞത്തിൻ്റെ മുഖച്ഛായ മറ്റൊരു തലത്തിലേക്ക്, വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് ട്രെയിൻ എത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. സ്ഥലം ഏറ്റുവാങ്ങൽ ഏകദേശം പൂർത്തിയാകാറാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ നേരത്തെ ഞങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. എല്ലാം ഓൺഗോയിങ് പ്രോജക്റ്റാണ്. അതിലൊരു ടെമ്പററി ആയിട്ട് നമ്മളൊരു അപ്രോച്ച് റോഡ് നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിത്തിൻ 3 months അത് കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്ന സാഹചര്യം നിലവിലുണ്ട്. ആ അപ്രോച്ച് റോഡ് പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മുടെ റെയിൽവേ കണക്ടിവിറ്റിയും നാഷണൽ ഹൈവേ ആയിട്ടുള്ള കണക്ടിവിറ്റിയും അതിൻ്റെ പൂർണ്ണതയിലെത്തണം. ഇത് രണ്ടിൻ്റെയും ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള ഫണ്ട് നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞു. അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹിക ആഘാത പഠനവും സെൻറ്ററിൻ്റെ അംഗീകാരവും നമുക്ക് ലഭിച്ചിരുന്നു. ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചരിത്രം കുറിച്ച് മുന്നേറുകയാണ് വിഴിഞ്ഞം തുറമുഖം. ഇപ്പോൾ ഏകദേശം 10 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വെറും 409 ദിവസങ്ങൾ കൊണ്ടാണ് ഈ 10 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി റെയിൽ കണക്ടിവിറ്റി കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം കൂടുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. സാരംഗ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സാരംഗ്, വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക്, അതായത് റെയിൽ കണക്ടിവിറ്റി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. സ്ഥലം ഏറ്റെടുക്കൽ ഏകദേശം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇതിനോടകം തന്നെ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ വലിയ ഒരു അഭിമാന നിമിഷം കൈവരിച്ചതാണ് വിഴിഞ്ഞം തുറമുഖം. നിലവിൽ റെയിൽവേ കണക്ടിവിറ്റി, അതായത് ചരക്ക് നീക്കത്തിന് വളരെ എളുപ്പത്തിൽ ചരക്ക് നീക്കങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയുള്ള റെയിൽവേ റോഡ് കണക്ടിവിറ്റി വൈകാതെ തന്നെ നടപ്പിലാക്കും. ഏതാണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പാതി വഴിയിലെത്തിയിട്ടുണ്ട്. ഈ പരിസ്ഥിതി ആഘാത പഠനമൊക്കെ പൂർത്തീകരിച്ച് അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കൽ പാതിയോളം എത്തി. ഇനി വൈകാതെ ഏതാണ്ട് 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അതോടുകൂടി ഈ ചരക്ക് സേവനം അല്ലെങ്കിൽ ചരക്ക് നീക്കമൊക്കെ വളരെ എളുപ്പത്തിൽ നടത്താനും അതുപോലെ തന്നെ അതുവഴി സംസ്ഥാനത്തിൻ്റെ വരുമാനം വലിയ രീതിയിൽ വർദ്ധിക്കാനും കാരണമാകും. അത്തരത്തിലുള്ള ഉറപ്പാണ് ഇന്ന് മന്ത്രി വി എൻ വാസവൻ നൽകിയിരിക്കുന്നത്. അതിനോടകം തന്നെ വിഴിഞ്ഞത്ത് വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിരുന്നു. ഏതാണ്ട് 10 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ വെറും 409 ദിവസങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ നിമിഷം അല്ലെങ്കിൽ ഒരു വലിയ നേട്ടത്തിൻ്റെ നിമിഷത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനം ഇന്ന് നടത്തുകയുണ്ടായി. ആ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഈ റെയിൽവേ റോഡ് കണക്ടിവിറ്റിയുടെ കാര്യം കൂടി മന്ത്രി സൂചിപ്പിച്ചു പോയത്. വൈകാതെ തന്നെ ആ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാകും. ഏതാണ്ട് 409 ദിവസങ്ങൾ കൊണ്ടാണ് ഈ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനായിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കഴിഞ്ഞത്. അതായത് ഇന്ത്യയിലെ തന്നെ മറ്റു പ്രമുഖ അന്താരാഷ്ട്ര തുറമുഖങ്ങൾ എടുത്തു നോക്കുമ്പോൾ പോലും അവർക്ക് ഒരുപാട് വർഷങ്ങൾ എടുത്തു ഇത്തരത്തിലൊരു 10 ലക്ഷത്തിന്റെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. നമ്മുടെ രാജ്യത്തെ മറ്റു പ്രധാനപ്പെട്ട തുറമുഖങ്ങളൊക്കെ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു എന്ന നേട്ടത്തിലേക്ക് എത്തിയത് വർഷങ്ങൾ കൊണ്ടാണ്. ഇവിടെ വെറും 409 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ആ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഇനി 2ാം ഘട്ടമാണ്. റെയിൽ പാതയടക്കം അങ്ങോട്ടേക്ക് കണക്ടിവിറ്റി വരുന്നു. ബാലരാമപുരത്ത് നിന്നാണ് വിഴിഞ്ഞത്തേക്ക് റെയിൽപാത വരിക. അതിൻ്റെ ഒരു 80-85% ഭൂമിക്കടിയിലൂടെയാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് വളരെ വിപുലമായി തന്നെ കടക്കുന്നു. നടപടികൾ വേഗത്തിൽ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി വി എൻ വാസവന്റെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.